So let us start the class, my dear students, my dear learners. I can say you students, why not? Because you are not my students, really, you are my learners. So, yesterday, we completed 5 WHO questions. Today, we can start the remaining 3 questions connected with WHO itself. ഏതെല്ലാണത്? Who, whose. പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എടുത്തത് എന്താണ്? ഹൗ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് 5 എടുത്താലും അതിനുശേഷം സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത് 5 WHO ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ബാക്കി ഭാഗം, അതായത് 3 ക്വസ്റ്റ്യൻ വേർഡ്സ്. ഹൂസ്. ഇത് തുടങ്ങുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്ന അഷുറൻസ് എന്താണ്? ഇത്രയും ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മേജർ പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് വിത്ത് ദ ലാംഗ്വേജ് യു ക്യാൻ ഫോം ആൻഡ് ആസ്ക്, നോ ഡൗട്ട്. അപ്പൊ അത്രയും നിങ്ങളിപ്പോ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. വേറെ എന്തെങ്കിലും എക്സെപ്ഷണൽ ആയിട്ട് വരുന്ന ചില വേർഡ്സിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് 1-2 കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. പക്ഷെ കണക്റ്റഡ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് ഇപ്പൊ ഉള്ളത് ഞാൻ പറയുന്നത് 3 വേർഡ് കൂടെ. അപ്പൊ ടോട്ടൽ എത്രയാവും? 13 വേർഡ്സ് ആവും അല്ലേ? ഹൂവിന്റെ അർത്ഥം എന്താണ്? ആദ്യം ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ്, അതായത് എന്താണ്, എപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കണം. അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇതിലിടക്ക് അത് തുടങ്ങുന്ന ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇംഗ്ലീഷ് തന്നെ നിങ്ങൾ ചിന്തിക്കണം എന്നൊക്കെ പറയും, അതൊക്കെ നടക്കാത്ത കാര്യമാണ്. അപ്പോ ഞാൻ ഡയറക്റ്റ് വരാം. ഹൂ. അപ്പൊ ഹൂ എന്താ മലയാളം അർത്ഥം? ആര്. എത്രയാണ്? ലക്ഷങ്ങൾ വീടുണ്ടാക്കും അല്ലെ? ആദ്യം നമ്മൾ സ്കൂളിൽ പഠിച്ചത് എന്താണ്? ഹൂ ആർ യു. തീർന്നു. എല്ലാരും പറഞ്ഞു ഹൂ ആർ യു, ഹൂ ആർ യു, ഹൂ ആർ യു. അല്ല, ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാകുന്നു അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ആരാകുന്നു എന്നുള്ള ലോകത്തിലെല്ലാം ചോദിക്കുമ്പോൾ എത്ര ചോദ്യങ്ങൾക്ക് ഉണ്ടാക്കാം? എത്ര ചോദ്യം ഉണ്ടാക്കാം? വേണ്ട. ഹൂ ഈസ് ഹി, അവൻ ആരാകുന്നു. ഹൂ ഈസ് ഷീ, അവൾ ആരാകുന്നു. അത് പേര് വെച്ച് ചോദിക്കേ. അതിന് പുറമെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഹൂ ഇസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഹൂ ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഹൂ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അല്ലേ, ഹൂ ഇസ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ആധികാരിക സ്ഥാനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത് എത്ര ഉണ്ടാക്കാം? ഹൂ ഇസ് ദ കളക്ടർ ഓഫ് അല്ലെ, ആ ഡിസ്ട്രിക്റ്റിന്റെ പേര്. അപ്പൊ ഇത്ര ഡിസ്ട്രിക്റ്റുണ്ട്. വിത്ത് എസ് പി ഓഫ് കാസർഗോഡ്, വിത്ത് എസ് പി ഓഫ് അല്ലെ, ഇത് വെച്ചു നമുക്ക് വലിയ വലിയ പ്രോമിനന്റ് ഫിഗേഴ്സ് മാത്രമല്ല. വിത്ത് ഹെഡ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വിത്ത് പ്രിൻസിപ്പൽ ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആരാ പ്രിൻസിപ്പല് അല്ലേ? വിത്ത് ദ മാനേജർ ഓഫ് ദിസ് ഹോട്ടൽ, വിത്ത് ദ പ്രൊപ്രൈറ്റർ ഓഫ് ദിസ് ഹോട്ടൽ. എല്ലാ രംഗത്തൂടെ നിങ്ങൾക്ക് കടന്നു പോകുമ്പോൾ ഈ ഹൂ എന്നുള്ള വേർഡ് ഉണ്ടാകുമ്പോൾ, അതായത് അതിന്റെ അർത്ഥവും മനസ്സിലാക്കിയിട്ടാകുമ്പോൾ നിങ്ങൾ 5-10 ഉദാഹരണം എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാം? എത്രയെങ്കിലും ഉണ്ടാക്കാം. ഇത്തരം ഒരു മെത്തേഡ് ഞാൻ നേരത്തെ പറയുന്നത് ആവർത്തിക്കുന്നു തോന്നിപ്പോവണ്ട, നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ്. അതായത് കണ്ടമാനം വാക്യങ്ങൾ ഉണ്ടാക്കാൻ. വാക്യങ്ങൾ നമ്മൾ വാക്യങ്ങൾ വേണമല്ലോ, സംസാരിക്കണമെങ്കിൽ വാചകം ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം പറയുന്നത്, എപ്പോഴും ഞാൻ പറയുന്നത്, എൻ്റെ ക്ലാസ്സിൻ്റെ ആദ്യം മുതൽ ഏത് സമയത്തും ഞാൻ പറയുന്നത് ഒറ്റ വാക്കാണ്. എന്താത്? ഫോർമേഷൻ കപ്പാസിറ്റി, വാചക രൂപീകരണം. അപ്പൊ നമ്മൾ എല്ലാ ക്ലാസ്സിലും വാചക രൂപീകരണമാണ്. അത് വാചക രൂപീകരണം ഏതെങ്കിലും വെയ്ഗായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. അതായത് 1 to 100 വരെ എണ്ണിയാൽ കഴിഞ്ഞ് മാത്രമേ കോടി എഴുതാൻ പറ്റൂ. അതേപോലെ ബേസിക്കൽ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിംഗ് ദ ലാംഗ്വേജ് ഈസ് നീഡഡ്. അപ്പൊ അങ്ങനത്തെ ഒരു ബേസിക്കൽ അപ്രോച്ച് തന്നെയാണ് നടന്നത്. നിങ്ങൾക്ക് ആദ്യമായിട്ട് തന്ന ചാപ്റ്റർ എന്താണ്? ക്വസ്റ്റ്യൻ, ഹൗ ടു ഫോം ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് വിത്ത് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലേ? അല്ല, ഞാൻ 5 ക്ലാസ് 5 തന്ന്, പിന്നെ ഒരു 5 തന്ന്, ഇപ്പൊ 3ാമത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 3 ചോദ്യം, ബാക്കിയുള്ളത് പിന്നെ റിമൈനിങ് പാർട്ട് ഞാൻ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടക്കും. അപ്പൊ ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഹൂ ഈസ് ദ മാനേജർ ഓഫ് ദിസ്, ഹൂ ഈസ് ദ ബിൽഡിംഗ് ഓണർ ഓഫ് ദി അല്ല, അങ്ങനെ എത്രയോ. ഹൂ ഈസ് ദ ഷോപ്പ് കീപ്പർ, ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ, ഹൂ ഈസ് ദ പ്രസിഡന്റ്. അങ്ങനെ ഏതെങ്കിലും രാജ്യത്തിന്റെ എല്ലാം ചോദിക്കും നമുക്ക്. വിത്ത് ദ കളക്ടർ ഓഫ് കാസർഗോഡ് ഡിസ്ട്രിക്ട് അല്ലേ, വിത്ത് എസ് പി ഓഫ് ദിസ് ഡിസ്ട്രിക്ട് പറയാം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എല്ലാം പറയും, അത്രയെങ്കിലും. അപ്പൊ നിങ്ങൾ 3-4 ഉദാഹരണങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളെ, അതായത്
ഇങ്ങനെ നമ്മളെ ഐഡിയ റിക്വയർ ടു ഒറിജിനേറ്റ് ഇൻ അവർ ബ്രെയിൻ ആൻഡ് മെമ്മറി ആൻഡ് തോട്ട്. എന്നാലാണ് നമുക്ക് ഐഡിയ ഇതിങ്ങോട്ട് വരണം. ചിലർക്ക് ആ ക്ലാസ്സിൽ നിന്ന് കേട്ട് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് തന്നില്ല, പ്രോപ്പർ ഗൈഡൻസ്. യു ആർ നോട്ട് അറ്റൈൻഡ് വെൻ വി ആർ സ്റ്റഡിങ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജ്. സിമ്പിൾ റീസൺ ദാറ്റ് യു ആർ willing to communicate. You are not in a position to communicate. I am not blaming anybody. I am not blaming the teachers, but really are required to blame the teachers itself because they are not well equipped. അവർ വെൽ എക്യുപ്ഡ് അല്ല. അവർ വലിയ വെൽ എക്യുപ്ഡ് അല്ലെന്ന് ഞാൻ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ എം ബ്ലെയിമിംഗ് ദ നോ, നോട്ട് ലൈക്ക് ദാറ്റ്, ബട്ട് ദ തിങ്ക് ദാറ്റ് such was the system existing all over Kerala, and not only in Kerala, all over India itself. ഞാൻ ഇതിനിടെ ഒരു ഉദാഹരണം കേട്ടു. ഡൽഹിയിലെ ഒരു പ്രൊഫസറാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മലയാളിയാണ്, മാഡമാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ്. അവരോട് കുട്ടികൾ, MA പഠിക്കുന്ന കുട്ടികൾ, BA പഠിക്കുന്ന, ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികൾ പറയുന്നത്, മേഡം നിങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കൂ, നിങ്ങൾ ഹിന്ദിയിൽ എന്തിനാ അവരുടെ കുട്ടികൾ BA ഇംഗ്ലീഷ് പഠിക്കുന്നത്, MA ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പം ഞാനത് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് കിട്ടാത്തതിൻ്റെ കാരണം അതാണ്. അപ്പം നമുക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെങ്കിൽ കുറച്ച് കൊല്ലം അതിൻ്റെ കൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് കിട്ടും. അതായത് ഞങ്ങൾ വളരെ ഓപ്പൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നത്. എല്ലാ അധ്യാപകന്മാരും അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാനൊന്നും തയ്യാറില്ല, അതും തെറ്റാ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്നല്ല, എൻ്റെ ക്ലാസ്സിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യപദം ഹൂം. ഹൂം എന്ന് പറഞ്ഞതിന് മലയാളം എന്താ? എക്സാക്ട് മലയാളം നമുക്കത് മനസ്സിലാവും. ഞാനത് പറയുന്നത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം. ഹൂം, ആര്. whom you want to see, whom you are seeking, whom you are inquiring. നിങ്ങൾ ആര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ആര് നോക്കിക്കൊണ്ടിരിക്കുന്നു. whom you are watching, whom you are staring. കണ്ടോ, നിങ്ങൾ ആര് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു, whom you are staring. നിങ്ങൾക്ക് ഇതിലെടുക്ക് ഈ പുതിയ പദപ്രയോഗങ്ങൾ നമുക്കിങ്ങനെ പഠിക്കാം, മനസ്സിലായില്ലോ. പദപ്രയോഗങ്ങൾ എല്ലാവർക്കും പദപ്രയോഗങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ, അതിൻ്റെ എക്സാക്ട് വേർഡ് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാതെ, അത് മറ്റൊരു ഘടകങ്ങൾ മനസ്സിലായപ്പോൾ മാത്രം പോരാ. വൊക്കാബുലറി ഞാൻ പറയുകയാണ്. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ പദസമ്പത്ത്. വൊക്കാബുലറി ഈസ് ഓൾസോ എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ലാംഗ്വേജ്. അപ്പോൾ വൊക്കാബുലറി സൈമൾട്ടേനിയസ്ലി അറ്റ് എ ടൈം ഓർ വിത്തിൻ എ ഡേ വി കാൻ ബിൽഡ് അപ്പ് ദ വൊക്കാബുലറി. സീ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. അറ്റ്ലീസ്റ്റ് ഞാനൊരു കാര്യം മലയാളികൾക്കുള്ള റേസ് എന്താ വെച്ചാൽ, ഇപ്പോൾ മലയാളത്തിലുള്ള അതേ വേർഡ് തന്നെ ഇംഗ്ലീഷിലുണ്ട്. സിഗരറ്റ് ഫോർ എക്സാമ്പിൾ, എല്ലാം ഒരു തല കത്തിച്ച് മറ്റേ തലേന്ന് പുക വരുന്നതാണ് സിഗരറ്റ്, അങ്ങനത്തെ ഒന്നും വേണമെന്ന് നമ്മൾ ഇവിടെ പോയിട്ട് പറയുന്നത് സിഗരറ്റ്. അപ്പോൾ അത് ഇംഗ്ലീഷാണ്, മലയാളം. ബെഞ്ച്, ഡെസ്ക്, പെന്ന്, ഇതെല്ലാം എന്താണ്? അത് മലയാളിക്കൊരു ഗ്രേസാണ്. അത്ര കുറേ വേർഡുകൾ ഇംഗ്ലീഷ് തന്നെയുള്ള വേർഡുകൾ മലയാളത്തിലുണ്ട്. അപ്പം അത് നമുക്കത് തീർച്ചയായിട്ടും മലയാളികൾക്ക് ഒരു ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു ഗ്രേസാണ് ശരിക്കും. അപ്പം ഞാൻ പറഞ്ഞു whom you are waiting, whom you are talking. നിങ്ങൾ ആരോട് ആരോട് whom, ആര്, ആര്. whom you are waiting, ആരെ നിങ്ങൾ ആര്. whom you want to meet, ആരെ നിങ്ങൾക്ക് മീറ്റ്. whom you want to meet, നിങ്ങൾക്ക് ആരെ മീറ്റ് ചെയ്യണം. whom you are seeking, എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു. whom you are seeking, whom you are enquiring. മീനിങ് വരുന്നില്ലേ? എൻക്വയറിങ് എന്ന് പറയുമ്പോൾ അന്വേഷണ രംഗത്താണ്, പോലീസ് എൻക്വയറി അല്ലേ. എൻക്വയറി എന്നാണ് whom you are seeking, ആര് നോക്കിക്കോ അല്ലേ, അന്വേഷിക്കണം. whom you are enquiring എല്ലാം പറയാം. whom you want to meet. അപ്പൊ നിങ്ങൾക്ക് 3-4 ഉദാഹരണം വീണ്ടും. whom അതിൻ്റെ മലയാളം ആര്. whom ആര്, whom ആര്. ഇനി അടുത്തൊരു വേർഡ് ചോദ്യപത്രത്തിലുള്ളത് whose, WHOS. whose എന്താ? ആരുടേത് അല്ലേ, ആരുടെ. അത് മലയാളം കറക്റ്റ് നമ്മൾ മനസ്സിലായി. നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പോലെ പറയുന്ന ആൾക്കാരൊക്കെയാണ്. അതൊക്കെ എന്നോട് ആവർത്തി പോകുന്നത് എൻ്റെ മൈൻഡിലുള്ള കാര്യം അങ്ങ് പറഞ്ഞു പോകുന്നത്, തെറ്റിദ്ധരിക്കരുത്. ആരുടേത് എന്നുള്ളത് നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാം, എത്രയെങ്കിലും വേർഡ് ഉണ്ടാക്കാം. ഹോസ് ബുക്ക് ചെയ്ത്, ഹൂസ് പെൻ ചെയ്ത്, ഹൂസ് മൊബൈൽ ചെയ്ത്, അല്ലെങ്കിൽ ഹൂസ് കമ്പ്യൂട്ടർ ചെയ്ത്, ഹൂസ് ലാപ്ടോപ്പ് ചെയ്ത് പറഞ്ഞൂടെ, ഹോസ് ബിൽഡിംഗ് ചെയ്ത്, ഇപ്പം എത്രയെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ ഇങ്ങനെ ഫോർമേഷൻ നമുക്ക് കണ്ടമാനം സാധിക്കൂ എന്നുള്ളത് ഈ ഒരു വേർഡ് കൊണ്ട് സാധിക്കൂ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ എക്സാക്ട് മീനിങ് മനസ്സിലാക്കുക, പിന്നെ അതിനേക്കുള്ള 5-10 ഉദാഹരണം ഉണ്ടാക്കുക, അതൊന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, അതായത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംവാട്ടിന്റെ നെവറേറ്റ് ടോൺ യു റിക്വയർ ടു റിപ്പീറ്റ്. അത് വീട്ടിൽ നിന്നാണെങ്കിൽ എവിടെ നിന്ന് ആയിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മളത് അതിലൊക്കെ, അതായത് സാധാരണ എന്താ വെച്ചാൽ കുറച്ച് പ്രായം കൂടി അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ തോന്നുമ്പോൾ
വീട്ടിലുള്ളവരിൽ കേൾക്കില്ല അതൊക്കെ മാറ്റി റൂം മേലെ അടിച്ച് അവിടുന്ന് കുറച്ച് എന്തിനാണ് ഈ ഒച്ചത്തിൽ കുറച്ച് ഏവറേറ്റ് ടോണിൽ എന്തിനാണ് സംസാരിക്കണം എന്നുള്ളത് ഞാനൊരു കാര്യം പറയാം. അതായത് അതിന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ടങ് പ്രാക്ടീസ് വേണം. എന്താ ഈ ടങ് പ്രാക്ടീസ് യഥാർത്ഥത്തിൽ അതിന് ഞാൻ പറയുന്നത്, അപ്പൊ ഞങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. whenever we do talk, see what happens really inside the mouth. സയൻസ് പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. there are millions of nerves inside the human body എന്നാ പറയുന്നത്. that is required to activate with the language. That means when we do talk, tongue as well as nerves inside the mouth is twisting and bending with the language. എന്താണ് twisting and bending with the language? അത് വളഞ്ഞും കുളഞ്ഞും കൊണ്ടിരിക്കും. ആ വളയലും അപ്പൊ അത് ഇംഗ്ലീഷ് വേർഡ്സും അല്ലെ ഇംഗ്ലീഷ് സെന്റൻസും ഇംഗ്ലീഷ് വാക്യങ്ങളുമായിട്ട് തന്നെ മെരുങ്ങണ്ടിക്കൽ ആ വേർഡ്സ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മൾ ആ ടങ് അതിൻ്റെ ഉള്ളിൽ നെർവ്സും നമ്മൾ അറിയാതെ വിത്തൗട്ട് അവർ നോളജ് ദാറ്റ് ഈസ് ട്വിസ്റ്റിംഗ് ആൻഡ് ബെൻഡിങ് വിത്ത് ദ ലാംഗ്വേജ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു ഹാപ്പൻ. ദെൻ ദ തിങ് ബിക്കം ഓക്കെ ഓട്ടോമാറ്റിക്കലി whenever open the mouth English flows. അപ്പോൾ ടങ് പ്രാക്ടീസ് യഥാർത്ഥത്തിൽ is a most factor is connected with the language education. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അത് പോയിന്റ് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് ടങ് പ്രാക്ടീസ് ചെയ്യുന്ന ടങ് ട്വിസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ, വലിയ വലിയ പുസ്തകങ്ങൾ. നമ്മൾ കണ്ടമാനം വായിക്കുകയും കണ്ടമാനം മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷ് കിട്ടുന്നത്. അതായത് ഞാൻ ഇപ്പൊ അതായത് ഇംഗ്ലീഷിലെ ഒറിജിൻ്റെ പുസ്തകങ്ങളിലൊക്കെ ഒറിജിൻ ഓഫ് ദ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഞാനിപ്പം ചോദ്യപത്രം തന്നു നിങ്ങൾക്ക് അതിൻ്റെ പുറമെ ഇംഗ്ലീഷ് സാധ്യതയെ കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള ധൈര്യവും ആ കോൺഫിഡൻസ് ഒക്കെ അതിനുവേണ്ടി ചെയ്ത് പറയുന്നത്. ഹോസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് പുറമെ ഞാൻ ടങ് പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഞാൻ പറയുന്നത് അതായത് ഈ ഒറിജിൻ ഓഫ് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഈ ഒറിജിനെ കുറിച്ചിട്ട് ഒരാൾക്ക് കൃത്യമായ നിർവചനം ഇന്ന് വരെ എവിടുന്ന് ഏത് സോഴ്സ് എന്നൊന്നും കൃത്യമായിട്ട് പറഞ്ഞ് ഒരു പുസ്തകങ്ങളും ഞാൻ ഇതുവരെ തപ്പിയിട്ട് കണ്ടില്ല. അതപ്പോൾ നിൽക്കുകയും വേണ്ട. അതായത് ഒറിജിൻ ഓഫ് ദ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ഭാഷകളിൽ നിന്നും കണ്ടെടുത്താൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണമാണ്. ഓറിവോയോ എന്താണ്? ഓറിവോയിൽ നിന്ന് വേർഡ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് അല്ല. നമ്മളെന്താ മലയാളക്കാർ പറയുക, അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്താ പറയുന്നത്? ഓ ബൈ ബൈ എന്ന് പറയുന്നതിന് ഫോറിനേഴ്സ് എന്താ പറയുന്നത്? ആരിവായ്, ബൈ ബൈ അപ് ടു ദ ലാസ്റ്റ് നെക്സ്റ്റ് മീറ്റിംഗ്. അപ്പൊ ഈ പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത, പല ഭാഷകളിൽ നിന്നും കടമെടുത്തിട്ട് ആണ് ഇംഗ്ലീഷ് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് തെളിവായി ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പല വേർഡുകളുണ്ട്. പ്രൈമോ ഫസി ദർ ഈസ് എവിഡൻസ് അല്ലേ? അതായത് കോടതി പോലീസ് സ്റ്റേഷനിലൊക്കെ പറയുന്ന സാധാരണ അതായത് പ്രഥമ ദൃഷ്ട്യാ നമ്മളെന്താ പറയുക? ദർ ഈസ് എവിഡൻസ് ഇൻ ഇംഗ്ലീഷ്. പക്ഷെ അവരെന്താ ഉപയോഗിക്കുന്ന ആ വേർഡ്? അപ്പൊ ഇതെല്ലാം ഈ കടമെടുത്ത കുറേ വേർഡുകൾ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പല ഭാഷകളിൽ നിന്നും എടുത്ത വേർഡ്സ് ഉണ്ട്. ലാറ്റിൻ, ഫ്രഞ്ച് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് റിയൽ ഒറിജിൻ ഓഫ് ദ ലാംഗ്വേജ് എന്നൊന്നും ഇന്ന് വരെ ഞാൻ എവിടെയും തപ്പിയിട്ട് കണ്ടിട്ടില്ല. ആ കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ വേർഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ടോട്ടലി പഠിച്ചത് ഹൗവിലുള്ള വേർഡ്സും WH ക്വസ്റ്റ്യൻസും. ഇപ്പൊ ഇന്നത്തെ 3ാമത്തെ ക്ലാസ്സിൽ അത് പറയുന്ന സമയത്ത് ഞാൻ ഈ ടങ് ട്വിസ്റ്റിങ്ങിനെ കുറിച്ചും ഭാഷയുടെ ഒറിജിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ചെറിയൊരു അറിവ് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാൽ. അപ്പൊ വീണ്ടും നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നിങ്ങളിപ്പോൾ ടോട്ടലി എൻ്റെ 3ാമത്തെ ക്ലാസ് കൂടി 13 ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനിയുള്ളത് എന്താണെന്നറിയോ? നമ്മൾ ഇതിനൊക്കെ എന്ന് വെച്ചാൽ ഉത്തരങ്ങൾ. ഇനിയിപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഒന്നിക്കൽ യാസ് അല്ലെ നോ എന്ന് പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ ഈ നമ്മൾ ഇതുവരെ എടുത്ത ഈ 13 ക്വസ്റ്റ്യൻ വേർഡ്സിന് അങ്ങനെയല്ല. ഒരു സെന്റൻസ് നമുക്ക് ഉത്തരമായിട്ട് പറയാം അല്ലേ? ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വേർഡ്സ്. അപ്പൊ ടോട്ടൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ഞാൻ പഠിപ്പിക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇല്ലേ? അപ്പൊ ആ ടോട്ടൽ ക്വസ്റ്റ്യൻ വേർഡ്സിലേക്കാണ് പോകുന്നത്. ഇപ്പം 13 ക്വസ്റ്റ്യൻ വേർഡ്സ് കഴിഞ്ഞു. ഇനി എത്രയുണ്ട്? 24 ഓക്സിലറി വേർഡ്സിനെ കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടാക്കുന്നത്. അത് ഇന്ന് നമുക്കൊരു ക്ലാസ്സിൽ കൂടുതൽ ലോങ് ടൈം പോകുമ്പോൾ നിങ്ങൾക്ക് കേൾവിക്കാർക്കും പഠിതാക്കൾക്കും ഒക്കെ ഒരു മടുത്തം തോന്നും. അതുകൊണ്ട് ഞാൻ 35 to 40 minutes ആണ് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനെ കൂടി കൺവീനിയൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മടുത്തം തോന്നാൻ പാടില്ല. അപ്പൊ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓക്സിലറി വേർഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ എന്നായിരിക്കും പുതുതായിട്ട് കേൾക്കുന്നത്. ദർ ആർ
24 ഓക്സിലറി വേർഡ്സ് ഇൻ ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഈ 24 ഓക്സിലറി വേർഡ്സ് ഏതാണെന്ന് ഞാൻ പറയാം. ആ 24 ഓക്സിലറി മൂന്നാലാണ്, ഞാൻ ഇന്ന് എടുക്കില്ല. ഈ 24 ഓക്സിലറി വേർഡ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? അത് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കുക. അതിനെ കൊണ്ട് സാധാരണ വാക്യം ഉണ്ടാക്കുക, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, പോസിറ്റീവ് ആൻസർ ഉണ്ടാക്കുക, നെഗറ്റീവ് ആൻസർ ഉണ്ടാക്കുക. ടാഗ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാം. ടാഗ് എന്ന് വിചാരിച്ച് നിങ്ങൾ കൺഫ്യൂസ് ഒന്നും ആവണ്ട. ദാറ്റ് ആർ ഓൾ വെരി ഈസി ആൻഡ് ഓൺലി 24 ഇൻ നമ്പേഴ്സ് ഇൻ ടോട്ടൽ ഇൻ ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്. ടാഗ് ക്വസ്റ്റ്യൻസ് എത്രയുള്ളത്? ആകെ 24. പക്ഷെ ഇത്തരം നമുക്ക് കറക്റ്റ് ഗൈഡൻസ്. ഞാൻ BCom from Kerala University, MA from Mysore University, but I not attained this type of a guidance from the part of my teachers. I'm not blaming anybody, but ഞാൻ പറയുകയാണ്, ഞാൻ അതിന്റെ ശേഷമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, കറക്റ്റ് ഗൈഡൻസ് കിട്ടിയിട്ടില്ലാന്ന് എനിക്കറിയാം. കാരണം 24 ഓക്സിലറി വെർബ് ഉണ്ട്. ആ 24 ഓക്സിലറി വെർബ് ഉണ്ടാവുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പറയേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഗൈഡൻസ് പ്രോപ്പറായിട്ട് കിട്ടുക. അല്ല, അത്തരം പുസ്തകങ്ങൾ വേണം. അപ്പൊ അത് ഞാൻ പറയുന്നില്ല, ഞാൻ ഡയറക്റ്റ് നിങ്ങൾ. പക്ഷെ എന്നാലും ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, പോസിബിലിറ്റി ടു അറ്റൈൻ സച്ച് എ ഡീപ്പ് ആൻഡ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ ടോട്ടോ മീൻസ് ടോട്ടലി. ടോട്ടലി എന്ന് പറഞ്ഞാൽ ആകമാനം 24 ക്വസ്റ്റ്യൻ വേർഡ്സും കൂടിയുണ്ട്. അത് ആ ക്വസ്റ്റ്യൻ വേർഡ്സിൽ ഉത്തരം തരുന്നത് എന്താണ്? യെസ് ഓർ നോ. അതിന് ചില പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്നാണ്. അപ്പം ഞാൻ പറയാന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ സാവധാനം തന്നെ പറയാം, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ടൈമിലൂടെ പറയാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻ വേർഡ് തരാം. അത്രയും പറ്റുള്ളൂ, അത്രയും നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈസ് ടോട്ടൽ വേർഡ്സ് എത്രയാണ്? 24. ആം, ഈസ്, ആർ, വാസ്, വേർ. പിന്നെ ഉണ്ട് ബാക്കി. ഇപ്പം ഞാൻ 5 വേർഡാണ് പറഞ്ഞത്. ഈ 5 വേർഡിൽ 2-3 ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അതിൽ എത്ര വാല്യൂ ഉണ്ടാക്കാം, ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് കിട്ടുന്നത് ഫോർമേഷൻ തന്നെയാണ്. അത് ഇമ്പോർട്ടൻസ് തന്നെയാണ്. അത് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ചാപ്റ്ററുകൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഈ ഫോർമേഷൻ? ഈ ഫോർമേഷൻ ഇല്ലാതെ സംസാരിക്കാൻ പറ്റൂലേ? ഫോർമേഷൻ്റെ എന്തുകൊണ്ടാണ്, എന്താണ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റായിട്ട് നമുക്ക് ആമിൻ്റെ എടുക്കണം. ആമിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അല്ലേ? ഐ എം എ സ്റ്റുഡൻറ്. ഐ എം എ സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാനൊരു വിദ്യാർത്ഥി ആകുന്നു. അപ്പൊ ആമിന്റെ ആകുന്നു അല്ലേ? സ്റ്റുഡൻറ്. ഈ സ്റ്റുഡൻറ് എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ട് വാചകം ഒന്ന് മാറ്റിയാട്ടെ. ഐ ആം എ പ്രൊഫസർ, ഐ ആം എ ലെക്ചറർ, ഐ ആം എ ടീച്ചർ, ഐ ആം എ ഡോക്ടർ, ഐ ആം എൻ MBBS ഹോൾഡർ, ഐ ആം എൻ എഞ്ചിനീയർ. എത്ര ഉണ്ടാക്കാം? എത്രയെങ്കിലും അതിന് കണക്കുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു ഒറ്റ വീട് ഐ ആം എ ടീച്ചർ, അല്ല ഐ ആം എൻ അക്കൗണ്ടന്റ്, ഐ ആം എ ബാങ്ക് എംപ്ലോയി എന്ന് നിങ്ങൾ ഒറ്റ വേർഡ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അത്രയും ലക്ഷക്കണക്കിന് ഉണ്ടാക്കാൻ പറ്റും. ലോകത്തുള്ള എല്ലാ ജോലിയും അയാം എന്ന് പറഞ്ഞിട്ട് ചേർത്ത് നോക്കിയിട്ട് നിങ്ങൾ അപ്പം എത്ര ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഒരാളോട് പറഞ്ഞു, നിങ്ങൾ പറയാണ് ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു അധ്യാപകനാകുന്നു. അപ്പൊ ആ കേട്ടുകൾ എന്താ ചോദിക്കുക നിങ്ങളോട്? നിങ്ങൾ ടീച്ചറാണോ? ആർ യു എ ടീച്ചർ? കണ്ട. അപ്പൊ അതിന് ഉത്തരം നിങ്ങൾ പറയാ, അതേ ഞാൻ ടീച്ചറാകും. യെസ് ഐ ആം എ ടീച്ചർ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയും? നോ ഐ എം നോട്ട് എ ടീച്ചർ. അല്ല, നിങ്ങൾ ടീച്ചർ അല്ലേ? അല്ലേ എന്ന് ചോദിക്കുന്ന സമ്പ്രദായം നമ്മൾ മലയാളത്തിൽ കണ്ടമാനമുണ്ടില്ലേ? അറിയിച്ചു എന്ന് ചോദിച്ച ചോദ്യമാണ് യഥാർത്ഥത്തിൽ എന്തായിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ടാഗ് ക്വസ്റ്റ്യൻസ്. ഇല്ലേ എന്ന് ചോദിക്കുന്നതാണ് ടാഗ്. അത് ഇത്ര ഉള്ളത് ഓൺലി 24 കണക്റ്റഡ് വിത്ത് ദിസ് 24 ഓക്സിലറി. അപ്പൊ ഈ ഒരു ഫോർമേഷൻ നിങ്ങളിപ്പോ എത്ര പഠിച്ചേ? ഞാൻ വീണ്ടും ആവർത്തിക്കാം. ഐ എം എ ടീച്ചർ സാധാരണമാക്കിയല്ല, ഞാൻ അധ്യാപകനാകുന്നു. അപ്പൊ മറ്റേ ചോദിച്ചു ആർ യു എ ടീച്ചർ? നിങ്ങൾ ടീച്ചർ ആണോ? അപ്പൊ നിങ്ങൾ ഉത്തരം എന്ന് പറഞ്ഞു യെസ് ഐ എം എ ടീച്ചർ. നെഗറ്റീവ് നിഷേധം എന്താ പറഞ്ഞെങ്കിൽ നോ ഐ എം നോട്ട് എ ടീച്ചർ. അപ്പൊ മറ്റേ അല്ലേ? കണ്ട. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആം എന്ന പദത്തിൽ നിന്ന് 5 ടൈപ്പ് ഓഫ് ഫോർമേഷനാണ് ഇപ്പൊ കിട്ടിയത്. എന്താ പറയുക? ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പറയുക ഫോർമേഷന് വാചക രൂപീകരണം 5 വാചക രൂപീകരണം കിട്ടി. 5 വാചക രൂപീകരണമാണോ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടിയത്? അല്ല. എന്താണോ? പ്രൊഫഷൻ മാത്രം മാറ്റിയാൽ മതി ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ നമുക്ക് ഈ ലോകത്തുള്ള
നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എത്രയാണ് ഇപ്പൊ ഒരു സെക്കൻഡിൽ ഒരു മിനിറ്റിലല്ലേ 2 മിനിറ്റ് നിങ്ങൾ എൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? എത്രയോ ഫോർമേഷൻ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീണ്ടും ഇമ്പോർട്ടൻസ് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോർ യുവർ നോളജ്, ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ. അതായത് ഫോർമേഷൻ കപ്പാസിറ്റി ജസ്റ്റ് റിക്വയർഡ് ടു ബിൽഡ് ഇറ്റ് അപ്പ് എവരി നൗ ആൻഡ് then only we can do talk whenever we open the mouth. നമ്മ വാ തുറക്കുമ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാവും, ഇംഗ്ലീഷ് പറയണ്ടെങ്കിൽ എന്ത് വേണം? ഇങ്ങനത്തെ this system of guidance, this system of teaching methods that we require to as a teacher required to adopt this type of method, then the learner can well understand within a very shortest period, will get the capacity to communicate easily, no doubt. നോ ഡൗട്ട് ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് ഒരു വാചകൻ നോ ഡൗട്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, നോ ഡൗട്ട്. അതാ നിങ്ങൾക്ക് പഠിതാക്കൾക്ക് ഇത് ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്ക് തീർച്ചയായും ഒരു സംശയം ഉണ്ടല്ലോ. സച്ച് സിസ്റ്റമാറ്റിക് ഗൈഡൻസ് ഐ ആം ഗിവിംഗ് ആൻഡ് ഐ ക്യാൻ ഗിവ് നോ ആൻഡ് ഐ വിൽ ഗിവ്, ഡോണ്ട് വറി. So listen very carefully and note down in a paper or a notebook, then the thing become okay. You try to write down more examples and whenever get spare time, you go through, then the thing become. First of all, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ എന്താ വേണ്ടത്? നമുക്കിപ്പോൾ എവിടെയും പോയിട്ട് പഠിക്കാൻ കേട്ടിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. കേട്ടിട്ട് പഠിച്ചാൽ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയുമോ? അത് ഞാൻ പറയാം. നിങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് നിങ്ങൾ അത്രയും സംശയം ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരും. അതെന്താ കാരണം വെച്ചാൽ അത്ര വാസ്റ്റ് വൈഡ് എക്സ്പീരിയൻസ് ബിയോണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ കുറേ പുസ്തകത്തിൻ്റെ ഓതറാണ്. അതിൻ്റെ 8-9 പുസ്തകം എഴുതിയിട്ടുണ്ട്. വേൾഡിൽ ഒരാളും എഴുതാത്ത ടൈപ്പിലുള്ള പുസ്തകങ്ങളെ അപ്രോച്ച് കണക്റ്റഡ് ലാംഗ്വേജാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പം ഇതിലൂടെയെല്ലാം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അത് ഞാൻ റിസർച്ച് ചെയ്ത പോലെ ഇത്രയും കാലത്തെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു തരിക. അപ്പം നിങ്ങൾക്ക് ഒരു പഠിതാക്കൾക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് ഭാഷ കിട്ടിയേ പറ്റൂ, എനിക്ക് സംസാരിച്ചേ പറ്റൂ. അതാണ് ഏറ്റവും വലിയ അതാണ് നിങ്ങളെ ആ പ്രേരണയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് തന്നത് 24 ഓക്സിലറി വെർബ് ഉണ്ട് എന്ന് പറഞ്ഞ്, പിന്നെ ഓരോ ഓക്സിലറി വെർബിനെ കൊണ്ടും 5 തരത്തിലുള്ള വേർഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അതേതിലാണ്. ഒന്ന് സാധാരണ വാക്യാണ്, ഒന്ന് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് പോസിറ്റീവ് ആൻസർ ആണ്, ഒന്ന് നെഗറ്റീവ് ആൻസർ ആണ്, ഒന്ന് ഏകാണ്. അപ്പൊ നിങ്ങൾ 24 എണ്ണം പഠിക്കുമ്പോൾ 24 × 5 എത്രയാണ്? ഒന്ന് നോക്കാം അല്ലേ. 14, 20, 25, 10, 120 ഫോർമേഷൻ, 120 ടൈപ്സ് ഓഫ്. ഇംഗ്ലീഷ് ടൈപ്സ് ഓഫ് ഫോർമേഷൻസിനെ കുറിച്ചൊന്നും ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഇങ്ങനെ എനിക്ക് പൈസ കയ്യിലുണ്ടോ ഇല്ലയോ എന്നല്ല, ഞാൻ ഇംഗ്ലീഷ് സ്പോക്കണിന് കണ്ട് ഞാൻ അത് വാങ്ങുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ടാക്കി അങ്ങോട്ട് പറയാം. അപ്പൊ അത് കേരളത്തിലായാലും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയാലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ആൻഡ് ബിയോണ്ട് 2.5 years ഐ സ്പെയർഡ് അറ്റ് ആഫ്രിക്ക ഓൾസോ. അപ്പൊ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം വളരെ ഈസി ആയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആ ബുക്കൊക്കെ കണ്ടാൽ വാങ്ങും. ഈ ബുക്കിലൊന്നും തന്നെ ഇത്തരം ഒരു അപ്രോച്ച് എഴുതി വെച്ചില്ല. കുട്ടികൾക്ക് എന്താണ് വേണ്ടത്, ഒരു ലേണറെ സംബന്ധിച്ച് എന്താണ് വേണ്ടത്? മേനിയാ ടു സ്റ്റഡി ഫസ്റ്റ് ഓഫ് ഓൾ. ആദ്യമായിട്ട് വേണ്ടത് ഇൻട്രസ്റ്റ്. എനിക്ക് പഠിച്ചേ പറ്റൂ, എനിക്ക് സംസാരിക്കണം, എനിക്ക് ഇംഗ്ലീഷ് വേണം എന്ന കൺഫർമിറ്റ് യുവർ തോട്ട് ആൻഡ് ഡിസിഷൻ യു റിക്വയർ ടു ടേക്ക് ഇൻ യുവർ ഹാർട്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ദെൻ ദ തിങ് ബിക്കം ഓവർ. ഓക്കെ, ആ കൺഫർമിറ്റ് യുവർ തോട്ടിന് പുറമെ ഇത്തരം പ്രോപ്പർ ഗൈഡൻസ് ഓൾസോ നിങ്ങളാ പ്രോപ്പർ അതേ എന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാൻ പറയുകയും ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. പ്രോപ്പർ ഗൈഡൻസ് ഐ ക്യാൻ ഗിവ്. ആ പ്രോപ്പർ ഗൈഡൻസ് ഞാൻ ഇത്രയും കാലത്തെ അനുഭവം എനിക്ക് ഞാനിങ്ങനെ എടുത്തിരുന്ന് പെട്ടെന്ന് എടുത്തില്ല. അപ്പൊ ഈസിയാണെന്ന് തോന്നുന്നു. അല്ല, അത്രയും വാസ്റ്റ് നോളജ് നമ്മൾ എടുക്കണ്ടെങ്കിൽ കുറേ പീരീഡ് പിടിക്കും. പക്ഷെ എന്നിരുന്നാലും ആ കുറേ പീരീഡ് ഒന്നും വേണ്ട, അതിന് മുന്നിൽ തന്നെ നമുക്ക് സംസാരിക്കാനൊക്കെ കഴിയും. അതിലെ മെത്തേഡ് കറക്റ്റായിട്ട് പാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഐ എം എ സ്റ്റുഡൻറ്, ആർ എ സ്റ്റുഡൻറ്, ആസ് ഐ എം എ സ്റ്റുഡൻറ്, നോ ഐ എം നോട്ട് എ സ്റ്റുഡൻറ്, ആർ ഇൻ ഷീ. അപ്പൊ എന്ത് കിട്ടി? 5 ഫോർമേഷൻ കിട്ടി, 5 വാചകം. അതായത് എങ്ങനെ ഈ രൂപീകരണം ഇല്ലാതാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഇംഗ്ലീഷിന്റെ എന്തുകൊണ്ടാണ് ആ ഫോർമേഷൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാതെ. കറക്റ്റ് ഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയെങ്കിലും അത് പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ സെക്കൻഡ് വേർഡിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ആമിന്റെ ഇങ്ങനത്തെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കും. ആദ്യം അതിൻ്റെ ആകുന്നു എന്ന് പറഞ്ഞു, ഞാനൊരു വിദ്യാർത്ഥി ആകുന്നു എന്ന് പറഞ്ഞു. മറ്റേയാൾ ചോദിച്ചു വിദ്യാർത്ഥി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ അതേ വിദ്യാർത്ഥി ആകുന്നു എന്ന് പറഞ്ഞു. അല്ല, ഞാൻ വിദ്യാർത്ഥി അല്ല എന്ന് പറഞ്ഞു. വിദ്യാർത്ഥി അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ 5 ഫോർമേഷൻ, എല്ലാത്തിലും 24 ഓക്സിലറിയില്. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം. ഈ 24 ഓക്സിലറി ഇല്ലാതെ നമുക്ക് ഒരു വാക്കും, ഈ ഓക്സിലറി വെബ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? സഹായക്രിയ. ഈ സഹായക്രിയ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഒരു സെന്റൻസ്, ഒരു വാക്യം, അതായത് ഒരു ലോങ് ഓർ ഷോർട്ട് സെന്റൻസ് പിച്ചപതിക്കും.
അത് നമുക്ക് എഴുതാനോ പറയാനോ പറ്റുള്ളൂ. അപ്പൊ അതായത് ഈ ഓക്സിലറി എന്ന് പറയുമ്പോൾ റിയലി ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദാറ്റ്. അപ്പൊ നമുക്കൊരു തറവ് അണ്ടർസ്റ്റാൻഡിങ് കണക്റ്റഡ് വിത്ത് ദ ചാപ്റ്റർ ഇസ് ദാറ്റ്. അതായത് ഓക്സിലറി വെർബ്സ് എന്ന 24 ഓക്സിലറിയെ കുറിച്ച് ഇംഗ്ലീഷ് പറയുന്ന ആ കൃത്യമായ ഒരു അറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ കണ്ടമാനം ഫോർമേഷൻ കഴിയും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, 120 ഇംഗ്ലീഷ് കുറേ ഫോർമേഷൻസ് ഉണ്ട്. ഈ ഫോർമേഷൻസ് എല്ലാം ഒന്നും പഠിക്കാൻ കഴിയില്ല. പക്ഷെ എന്താ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ അതിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എത്രയെങ്കിലും കാലം പോവാം അതിന്റെ പിന്നാലെ ഇംഗ്ലീഷിന്. അപ്പൊ അതേ നമുക്ക് ഒരാൾക്ക് അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അതങ്ങ് കൊടുക്കാം. അപ്പോൾ ഫോർമേഷൻ നിങ്ങൾക്ക് ആദ്യത്തെ ഏമെന്ന് കിട്ടി, അത് നിങ്ങൾ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ കുറേ ഉദാഹരണം ഉണ്ടാക്കുക. അടുത്ത വേർഡ് എന്താണ്? ഈസ്. ഈസിന്റെ അർത്ഥം എന്താണ്? അതായത് 24 രണ്ടാമത്തെ ഓക്സിലറി വെർബാണ്, സഹായക്രിയ. ഒരു വാക്യം നിങ്ങൾ പൂർത്തീകരിച്ച് പറയണ്ടിക്കല് അല്ല എഴുതണ്ടിക്കല് നമുക്ക് എന്ത് വേണം? ഈ ഓക്സിലറി സഹായക്രിയ എന്ന് പറയുമ്പോൾ സഹായക്രിയ തന്നെ, സഹായം ക്രിയ തന്നെയാണ്. അതായത് ആ സഹായക്രിയയുടെ യൂസേജ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് പൂർത്തീകരിച്ച് എഴുതാനോ, വെദർ ലോങ് ഓർ ഷോർട്ട്, നോ ഡൗട്ട്. ശരി, ഇപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് അതങ്ങ് പറഞ്ഞു ഒറ്റ വാചകത്തിൽ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കൃത്യമായിട്ട്. അതായത് ഒരു ലോങ്ങോ ഒരു ഷോർട്ടോ സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എഴുതാനോ സംസാരിക്കാനോ പറയാനോ ഒന്നും പറ്റൂല. അപ്പൊ ഈ ഓക്സിലറി വെർബ്സ് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാം. രണ്ടാമത്തെ ഓക്സിലറി വെർബ് ആം കഴിഞ്ഞു ഈസ്. ഈസിന്റെ അർത്ഥം എന്താണ്? ആകുന്നു. നേരത്തെ പറഞ്ഞ ഐ എം എ സ്റ്റുഡന്റ്. ഇനി നമ്മൾ പറയാം അവനൊരു വിദ്യാർത്ഥിയാകും. വിദ്യാർത്ഥി മാത്രമാണ്. പക്ഷെ ഒരേ ഉദാഹരണം എടുത്തിട്ട് എല്ലാം നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടാകുക നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് യു വിൽ ഗെറ്റ് ക്ലിയർലി. പിന്നെ നിങ്ങൾ ഇങ്ങനെ അതെല്ലാം മാറ്റി മാറ്റി നിങ്ങൾ പറയും ഹി ഈസ് എ സ്റ്റുഡന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ? ഐ എം എ ടീച്ചർ. അവിടെ നമുക്ക് ടീച്ചർ തന്നെ എടുക്കാം. ഒരേ പദം എടുത്തിട്ട് അങ്ങ് ഈസ് എ ടീച്ചർ. എന്തായാലും മലയാളം അവൻ, അല്ലെ? അവൻ ഒരു ടീച്ചറാകുന്നു, ഒരു അധ്യാപകനാകുന്നു. അപ്പൊ അതിൽ ചോദ്യം എങ്ങനെ ചോദിക്കുക? ആദ്യത്തെ അതിലെ ഓക്സിലറി വെർബിനെ അത് പച്ചപ്പാട്ടിലേക്ക് കൊണ്ടുവരിക. ഈസ് എ ടീച്ചർ, ഈസ് എ ടീച്ചർ. അപ്പൊ ഉത്തരം എന്താണ്? യെസ്, ഹി ഈസ് എ ടീച്ചർ. ഇത് വെക്കണം. നിഷേധം എന്താ എഴുതുക? നോ, ഹി ഈസ് നോട്ട് എ ടീച്ചർ. ഈസ് എ ടീച്ചർ, നോ ഹി ഈസ് നോട്ട് എ ടീച്ചർ, അല്ലേ? അപ്പൊ ആദ്യത്തെ ഹി ഈസ് എ ടീച്ചർ സാധാരണ വാക്യം, ഈസ് എ ടീച്ചർ ചോദ്യവാക്യം, ആസ് ഈസ് എ ടീച്ചർ ഉത്തരവാക്യം, പോസിറ്റീവ് ഉത്തരവാക്യം. നോ ഈസ് നോട്ട് എ ടീച്ചർ നെഗറ്റീവ് ഉത്തരവാക്യം. പിന്നെ നമ്മൾ ചോദിച്ചത് ടാഗ്, അല്ലേ? ടാഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ടാഗ് എന്ന് പറയുന്ന വേർഡിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്ന് തോന്നുന്നു. ടാഗ് എന്താണ്? അല്ലേ, ഇല്ലേ, ഇല്ലേ, നീ പോയിട്ടില്ലേ ഇന്നലെ അവിടെ പോയിട്ടില്ല, ഭക്ഷണം കഴിച്ചാ ഇല്ലേ, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളില്ല. നീ എഴുതിയോ ശരിക്കും ഇല്ലേ, ഇങ്ങനെ പറയുന്നതാണ് ടാഗ്. ദാറ്റ് ആർ കോൾഡ് ടാഗ് ക്വസ്റ്റ്യൻസ് ആസ് കൺസേൺഡ് വിത്ത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഫോർ യുവർ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ ഈസ് എ സ്റ്റുഡന്റ്, ഈസ് എ ടീച്ചർ. അപ്പൊ നമ്മൾ എന്താണ് സാധാരണ ഈസ് എ ടീച്ചർ, ആസ് ഈസ് എ ടീച്ചർ, നോ ഈസ് നോട്ട് എ ടീച്ചർ. ഇതിന്റെ ആടെ നിങ്ങൾക്ക് എന്ത് കിട്ടി? 5 ഫോർമേഷൻ കിട്ടി. അപ്പൊ ഈ ഓക്സിലറി 24 ഓക്സിലറി കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 120 ഫോർമേഷൻ 5 വെച്ചിട്ടല്ലേ. അപ്പൊ ഈ 120 ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എത്ര പഠിച്ചേ? കൂടാനും കൂടി. അപ്പൊ നിങ്ങൾ എൻ്റെ 3ാമത്തെ ക്ലാസ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എത്രയെങ്കിലും ലക്ഷങ്ങളും കോടികളും വാക്കുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിനെ നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായി. ആ കോൺഫിഡൻസ് ആണ് നമ്മളെ സംസാരിക്കാൻ പ്രാപ്തരാക്കുന്നത്. അപ്പൊ സംസാരിക്കല്ലേ വേണ്ടത്? സംസാരിക്കണമെങ്കിൽ എങ്ങനെ വെച്ചാൽ കുറേ പുസ്തകം അങ്ങനെയൊന്നും അല്ല. അത് സിസ്റ്റമാറ്റിക് അപ്രോച്ച് കണക്റ്റഡ് വിത്ത് ദ ലാംഗ്വേജ് ഈസ് ദെൻ ഓൺലി യു ക്യാൻ ഡു ഇറ്റ്. യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഓർ യു ക്യാൻ റീഡ് ഓർ റൈറ്റ് വിച്ചെവർ ഇറ്റ് ബി. ഓക്കെ, അപ്പൊ എല്ലാവരും കുറേ ആൾക്കാർക്ക് എന്താണെന്ന് അറിയാം, കുറേ ആൾക്ക് എഴുതാൻ കഴിയും, കുറേ ആൾക്ക് വായിക്കാൻ പറ്റുന്നത്, കുറേ ആൾക്ക് മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കില്ല. ഈവൻ എന്നിരുന്നാലും അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്താ സംസാരിക്കാൻ പറ്റാത്തതിന്റെ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞു, ലാക്ക് ഓഫ് ടങ് പ്രാക്ടീസ്. നേരത്തെ പറഞ്ഞ അതിന് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വിവരണം തന്നു. ആ ടങ് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പൊ ആ ടങ് പ്രാക്ടീസ് കിട്ടാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത് നിങ്ങളോട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഇങ്ങോട്ട് പിന്നെ ഏവറേറ്റ് ഓൺ, കുറച്ച് ശബ്ദത്തിൽ, അത് കുറച്ച് വലിയ ഒച്ചത്തിലല്ല, വലിയ ഏവറേറ്റ് ഓൺ നിങ്ങൾ ഇങ്ങനെ ഒച്ച സംസാരിച്ചുകൊണ്ടേയിരിക്കുക.
സംസാരിക്കലല്ല, വായിച്ചുകൊണ്ടിരിക്കും. അത് സംസാരിക്കാൻ കഴിയില്ലല്ലോ, വായിച്ചുകൊണ്ടിരിക്കും. ആ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി യു ഗെറ്റ് ദ കപ്പാസിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. ആൻഡ് ടങ് as well as nerves inside the mouth twist and bandwidth. Okay, twist means വളയുക, വളയുക, ടെസ്റ്റ് ആൻഡ് bandwidth ആണ്. അപ്പൊ അതും കൂടി നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താവും, കൃത്യമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പറയും. അപ്പൊ ഇന്ന് മൂന്നാമത്തെ പിടിച്ച് എന്താ, എന്നോട് കഴിഞ്ഞ രണ്ട് പിന്നെ വീഡിയോ കണ്ട് കുറെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ ചെറിയ 30-35 മിനിറ്റിൽ അധികമൊന്നും ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നലെ കഴിഞ്ഞ രണ്ടും എടുത്തത് 40 മിനിറ്റാണ്. എന്നിട്ട് ഞാൻ ഇന്നിപ്പോൾ അതിൽ 30 മിനിറ്റ്സ്. പിന്നെ എന്താ വെച്ചാൽ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഏടി എത്താണ്ട് നിർത്താൻ പറ്റും, അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് മിനിമം നിങ്ങളതിന് സ്പെയർ ചെയ്താൽ മാത്രമേ ഞാൻ ഇംഗ്ലീഷ് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ 30 മിനിറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് പറയാൻ കാരണം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ഹോം ഹേഴ്സ് 3 അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഓക്സിലറിയിലേക്ക് കടന്നു, അതിൽ 2 എണ്ണം എടുത്തു, ആം ഏഷ്. അപ്പൊ ഇനി ഞാൻ ഒരു വേർഡ് കൂടി എടുക്കാം. ഓക്കെ, അതായത് നിങ്ങൾ ഒരു 5-6 വേർഡ് ഡെയിലി പഠിക്കുക, അത്രേ പറ്റുള്ളൂ. കാരണം ഒറ്റ ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒറ്റ ടൈമൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. ഇത് വിഴുങ്ങേണ്ട സാധനമൊന്നും അല്ലല്ലോ. അപ്പൊ ഞാൻ കണ്ടമാനം വിളമ്പി വെച്ചതിനെ കൊണ്ട് അത് പറ്റൂല, നിങ്ങൾക്ക് അത് ദഹിക്കൂല, തിന്നാനും പറ്റില്ല. ഇലയിൽ ബാക്കിയുള്ള എന്തിനാ വിളമ്പിയിട്ട് വേസ്റ്റ് ആക്കുന്നത് വേണം. അപ്പൊ ഞാൻ ഇന്ന് ഒരു വേർഡ് കൂടി തന്നിട്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അറിയപ്പെടുന്ന ഒരു പ്രാസംഗിയും കൂടി. അപ്പൊ എൻ്റെ അടുത്ത് ചിലപ്പോൾ ഇംഗ്ലീഷ് പറയും ഇങ്ങനെ കുറേയെല്ലാം അധികം സംസാരിച്ച് പോകുമ്പോൾ അത് കഥയെപ്പറ്റി വരുന്നുണ്ട്, ക്ഷമിക്കണം, അത്രയും എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ 2-3 മണിക്കൂറൊക്കെ സ്റ്റേജിൽ സ്പീച്ച് ചെയ്യുന്ന ആളും കൂടിയാണ്. മലയാളം ആസ് വെൽ ആസ് ഇംഗ്ലീഷ്. അതൊന്നും വേണ്ട ചെയ്യില്ല. എനിക്ക് തോന്നുന്നു എത്രയോ സ്റ്റേജുകൾ, അത് പറയാൻ പറ്റില്ല, അത്രയും സ്റ്റേജുകൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ടോക്കറ്റീഷ് മൂഡിൽ ആറ്റിറ്റ്യൂഡിലൊക്കെ ഉണ്ടാകും ചിലപ്പോൾ. അപ്പോൾ അധികം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ എന്താ ഈ അധ്യാപകൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചു നോക്കരുത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അപ്പൊ അടുത്ത വേർഡിലേക്ക് കടക്കാം അല്ലേ. എന്താണ് ആം ഏസ് ആർ. ആറിന്റെ അർത്ഥം എന്താണ്? ആകുന്നു. ഈസിന്റെ അർത്ഥം എന്താണ്? ആകുന്നു. അതിലെടുക്ക് ചെറിയ ഗ്രാമർ എല്ലാം അങ്ങ് പറഞ്ഞു പോകും. ഗ്രാമർ നമുക്ക് പ്രത്യേകം പഠിക്കുക. ഈസ് വിത്ത് സിംഗുലർ, ആർ വിത്ത് പ്ലൂരൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് റിപ്പീറ്റ് 3-4 പ്രാവശ്യം നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് ഈസ് വിത്ത് സിംഗുലർ, ഈസ് വിത്ത് സിംഗുലർ, ആർ വിത്ത് പ്ലൂരൽ, ആർ വിത്ത് പ്ലൂരൽ. അപ്പൊ നമ്മൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഒരിക്കലും പറഞ്ഞു പോവില്ല. അപ്പൊ റിപ്പീറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്, ആ മിസ്റ്റേക്കിനെ നമുക്ക് ഓവർകം ചെയ്യാം. അങ്ങനെ അതാത് സമയത്ത് വേണ്ടുന്ന തിരുത്തലുകളൊക്കെ നമുക്കിങ്ങനെ പണ്ടാര പറഞ്ഞ കല്ല് മേഖല വെക്കുക വെച്ചിട്ട് ബിൽഡിംഗ് കെട്ടും, അതിന് ചെത്തി കെട്ടണം. അല്ല എങ്കിൽ എന്ത് സംഭവിക്കും, അത് പൊഴിഞ്ഞുകൊണ്ടു പോകും. അതേപോലെ നമ്മൾ കറക്റ്റായിട്ട് മീറ്റ് ചെയ്താൽ നമുക്കത് ഈസി ലൈൻ എടുക്കുക. അത് മീറ്റും ആയിരിക്കും, അത് കൺസ്ട്രക്ഷൻ കറക്റ്റ് ആയിരിക്കും, ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഈസിന്റെ അർത്ഥം ആകുന്നു, ആറിന്റെ അർത്ഥം ആകുന്നു. ഈസ് വിത്ത് സിംഗുലർ, സിംഗുലർ എന്ന് പറയുമ്പോൾ ഏകവചനം. ആർ വിത്ത് പ്ലൂരൽ, ബഹുവചനം. അതായത് കർത്താവ് ഏകവചനമാകുമ്പോൾ, ഈ കർത്താവ് ബഹുവചനമാകുമ്പോൾ എന്ത് വെക്കുന്നേ, പ്ലൂരലാകുമ്പോ 6 അല്ലെ. പ്ലൂരൽ സബ്ജക്റ്റ് ആകുമ്പോ 6. അതിന്റെ ഈസിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഇറ്റ് ഈസ്, they are, we are, you are അല്ലെ. അപ്പൊ ഇത് പ്ലൂരലിന്റെ കൂടെ 6 വെച്ചു, പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ 6 വെച്ചു, പിന്നെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് വെച്ചു. അപ്പൊ ഇങ്ങനത്തെ ഫോർമേഷൻ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഗ്രമാറ്റിക്കൽ ഫിറ്റ്നസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വഴി കൂടിയാണ് ഇപ്പൊ പറഞ്ഞത്. ഗ്രാമറിൽ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ നൗ വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺലി ഹൗ ടു ഫോം ദ ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് വിത്ത് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്. അതിന് നമ്മൾ എടുക്കുന്ന ഓക്സിലറിയിലുള്ള 3ാമത്തെ ചോദ്യപദമാണ്. ഞാൻ പറഞ്ഞു ഈ ഓക്സിലറിയിലെ ചോദ്യപദങ്ങളിൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് എങ്ങനെയാണ്, യെസ് ഓർ നോ അല്ലെ. യെസ് ഐ എം എ സ്റ്റുഡന്റ്, ഐ എം നോട്ട് എ സ്റ്റുഡന്റ്. കണ്ട, അപ്പൊ ഉത്തരം പറയുന്നത് എങ്ങനെയാണ്, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം അല്ല, വലിയ ലോങ് ഉത്തരം പറയണം, 3-4 വേർഡ്സ് ഒക്കെ കൂടി. അതുപോലെ ഇതിലില്ല. ഓക്സിലറിയിൽ യെസ് ഓർ നോ മാത്രമാണ് ചോദ്യത്തിൽ ഉത്തരം വരുന്നത്. റിമൈനിങ് പാർട്ട് യു ക്യാൻ സീ ഓർ നോ. അപ്പോ 6 അല്ലെ. ഉദാഹരണം എടുക്കുക, ദേ ആർ ടീച്ചേഴ്സ്. ഈ എന്തിനാ ഒരേ ഉദാഹരണം എടുക്കുന്നത് അറിയോ? ഒരേ ഉദാഹരണം എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യത്യസ്ത വെച്ചിട്ട് പറഞ്ഞാൽ മതി, എഴുതിയാൽ മതി, സംസാരിച്ചാൽ മതി. അപ്പൊ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒരേ പദം ഉപയോഗിച്ചത്. ദേ ആർ ടീച്ചേഴ്സ്. എത്ര പ്രൊഫഷൻ ഉണ്ട്? എവിടെ എടുത്തൂടെ? ദേ ആർ ബാങ്ക് എംപ്ലോയീസ്, ദേ ആർ പോലീസ് ഓഫീസേഴ്സ്.
വെക്കാലോ അല്ലേ? വേറെ കുറേ പ്രൊഫഷൻ നമുക്ക് വെക്കാം, അത്രയെങ്കിലും അതിന് കണക്കൊന്നുമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ദേ ആർ ടീച്ചേഴ്സ്. അപ്പൊ അതിന് ചോദ്യം അത് എന്താണ്? ആ ഓക്സിലറി ആദ്യം ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസിൽ വെച്ചിരിക്കുക. ഇതിലൊന്നും ഈസി ആയിട്ടൊന്നും നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ആടെ നിങ്ങൾക്ക് പസിലിംഗ് ഉണ്ടാവില്ല, എങ്ങോട്ടാ പോണ്ട്, ഏതാ എടുക്കണ്ട, ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഓക്സിലറി, വിച്ച് എവർ മേ ബി ദ ഓക്സിലറി ഇൻ ദാറ്റ് പർട്ടിക്കുലർ സെന്റൻസ്, whenever we are willing to ask a question, the same auxiliary ഇവിടെ വരുന്നത് comes in the first part of the sentence. Okay, let it be for your knowledge. Are they teachers? പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ആ ചെറിയ അക്ഷരത്തിൽ എഴുതരുത്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഞാൻ ഈ പഠനത്തിന് എടുക്കുന്നു പറഞ്ഞു. അതേ അപ്പൊ ആറ് ക്യാപിറ്റലിൽ തന്നെ എഴുതണം. അത് ടീച്ചേഴ്സ് ക്ലിയർ ആയിരുന്നു. ടീച്ചേഴ്സ് ആണോ? യെസ്, ദേ ആർ ടീച്ചേഴ്സ്. അതെ, അവർ അധ്യാപകന്മാരാകുന്നു. നോ, ദേ ആർ നോട്ട് ടീച്ചേഴ്സ്. അവർ അധ്യാപകന്മാരില്ല, അല്ല, അല്ലേ? അപ്പൊ they are teachers. Are they teachers? Yes, they are teachers. No, they are not teachers. ഇനി എന്താ വരുന്നത്? ടാഗ്. ടാഗ് എന്ന് പറയുമ്പോൾ ടാഗ് എന്നെല്ലാം കേൾക്കുമ്പോൾ എന്താ ഒരു വലിയ വീട് പോലെയൊക്കെ തോന്നുന്നു. ആകെ ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് 24 ടാഗ്. ആ 24 ഓക്സിലറിന്റെ ആ ഓക്സിലറി വെച്ചെടുത്തിട്ടാണ് ടാഗ് ആക്കുന്നത്. മറ്റേ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വേറെ ടാഗൊന്നുമില്ല. ഈ ടാഗ് എന്നൊക്കെ ഞാനും ചെറിയ കാലത്ത് പഠിക്കുന്നത് ഞാൻ ടാഗ് എന്നുള്ള ദേവന്മാർ പറയുമ്പോൾ ഇത്തരം ഒരു വിവരണം തരാത്ത അധ്യാപകന്മാരാ ടാഗ് എന്നല്ല പറയാം. അപ്പൊ നമുക്കൊന്നും കിട്ടൂല. അപ്പൊ ടാഗ് എന്താണ്? ആ ഓക്സിലറി 24 ടാഗാണ് ഉള്ളത് ഇംഗ്ലീഷ്. അത് എഴുതി വെച്ച പുസ്തകവും ഇല്ല. അതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വായിക്കണം പഠിക്കണം എന്ന് വിചാരിച്ചവർക്ക് ആ കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടാനുള്ള സാഹചര്യവും നമുക്ക് ഉണ്ടായിട്ടില്ല. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല, കഴിയുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ പറയാനുണ്ട്. അതായത് 24 ഓക്സിലറി വർക്ക്സ് ഉണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ. പക്ഷെ അതേനെ കൊണ്ട് 24 ഓക്സിലറിയെ ഉള്ളൂ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് എഴുതി വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത്തരം പുസ്തകങ്ങൾ വായിക്കണം. അപ്പൊ നമ്മൾ പല പുസ്തകങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ മാത്രമാണ് ആ ഗ്രന്ഥകർത്താവ് ഇംഗ്ലീഷ് സാഹിത്യത്തെ കുറിച്ച് എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതെല്ലാം ഗ്രാസ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ വെച്ചാൽ ഒരു ഐഡിയ ലാംഗ്വേജിലേക്ക് എത്തിപ്പറയും. ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ചിലർ പറയാം, അത് നമ്മൾ സംസാരിച്ച് കേൾക്കുന്ന രാജ്യത്ത് പോയി കഴിഞ്ഞാൽ, സംസാരിച്ച് കേൾക്കുന്ന രാജ്യത്തിൽ പോയാലൊന്നും ഞാൻ അതിൻ്റെ ആ അനുഭവങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല ഇപ്പം. അന്നേരം നമ്മളെ ക്ലാസ്സിലും നീണ്ടുപോയി. ക്ലാസ് ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ ഇങ്ങനത്തെ ഉദാഹരണം പറച്ചിലൊന്നും നിങ്ങൾക്ക് താല്പര്യമായിരിക്കില്ല. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കില്ല. വലിയ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വന്ന ആൾക്കാരും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ടൊന്നും സംസാരിക്കുന്ന ആളെ ഞാൻ എവരി നൗ തന്നെ ഞാൻ ഇതിൻ്റെ പിന്നിൽ ഓടുന്ന ആൾ എത്രയോ വർഷമായിട്ട്. അപ്പം ഞാൻ അങ്ങനത്തെ ആൾക്കാരിലേക്ക് സംസാരിച്ച് നോക്കുമ്പോൾ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അധികം അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് കുറേ ഉണ്ട് കാര്യങ്ങൾ പറയും. അങ്ങനെയൊന്നും പറ്റൂല. നമ്മൾ ബേസിക്കലായിട്ട് പഠിച്ച് മനസ്സിലാക്കി തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ തെങ്ങിന് വളവിട്ട പോലെ വളാടെ ഇട്ട് തേങ്ങ വെച്ചോട്ടെ, മനസ്സിലായി? പിന്നെ ഇങ്ങനത്തെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിംഗ് ദി ബേസ് സൈഡ് ഓഫ് ദ ലാംഗ്വേജ് ആൻഡ് ഗ്രാമർ ആൻഡ് ഓൾ പുള്ളി എന്നും ഞാൻ പറയില്ല. ലിറ്റിൽ ബിറ്റ് then you suppose if you go abroad and all or which another places you will get the capacity to communicate somewhat in a average and more than the average all. ഈ ആ സംശയമില്ല. പക്ഷേ എല്ലാതെ നമുക്ക് ആടന്ന് കേട്ടെ അതായത് പറ്റൂല. അങ്ങനെയൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് ബേസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് നീഡഡ്. അത് കിട്ടിയത് നമ്മൾ വിദേശങ്ങളിലോ പുറത്തോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ തന്നെ നമ്മൾ ഇന്ത്യയിലെ 2 സ്ഥലങ്ങളിൽ നേപ്പാളിലൊക്കെ ഉണ്ട്. പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പം ഗോവ ഇതിലിങ്ങനെ വെച്ചാൽ ഒരു ഇങ്ങനെ കഷ്ടം പറയാം. അതിങ്ങനെ ബേസിക്കലൊന്നും ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? ഇതിൽ ഞാൻ നിങ്ങൾ അറിവിലേക്ക് വേണ്ടി പറയുന്നത്, ഞാൻ കഥ പറയുന്നതല്ല. ഓൾ കണക്റ്റഡ് ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ആൻഡ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ. അപ്പൊ അടുത്തത് ആം ഈസ് ആർ ഞാൻ എടുത്തു അല്ലേ? പോയിന്റ് ഒരു ഉദാഹരണം കൂടി ആറിൻ്റെ തരാം. അത് ഞാൻ എഴുതി വെക്കാൻ ഇന്നത്തെ ക്ലാസ് നിർത്താം. വി ആർ അത്ലറ്റ്സ്. അത്ലറ്റ്സ് എന്ന് വി ആർ ഞങ്ങളല്ല പ്ലേയേഴ്സ്, കളിക്കാരാകുന്നു. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക? നിങ്ങളെല്ലാം കളിക്കാറാണോ? ആർ യു ഓൾ അത്ലറ്റ്സ്? അപ്പൊ അവരെന്താ ഉത്തരം പറഞ്ഞു? വി ആർ ഓൾ അത്ലറ്റ്സ്. നോ, വി ആർ ഓൾ നോട്ട് അത്ലറ്റ്സ്, അല്ലേ? അപ്പൊ ആറല്ലേ വെച്ചത്? ആറുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ആറിഞ്ചു അല്ലേ? ആറിഞ്ചോ നിങ്ങളെല്ലാവരും കളിക്കാറല്ലേ? അല്ല, കുറച്ചാൾക്ക് വേറെ എല്ലാ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ആണ് ചോദിച്ചത് അരിഞ്ചിയോ തീർന്നു. അപ്പൊ ഇന്ന് ഞാൻ എടുത്തത് 3 ചോദ്യപദം ഓ ഹോം ഓസ് എടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഓക്സിലറിയിലേക്ക് കടന്നു. 24 ഓക്സിലറി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അബ്രീവിയേഷൻ ആണ് പറയുന്നത്, ചുരുക്കാം. അതിൽ യാം എടുത്തു, യാമിന്റെ അർത്ഥം ആകുന്നു എന്ന് പറഞ്ഞു, ഈസിന്റെ അർത്ഥം ആകുന്നു എന്ന് പറഞ്ഞു, ആറിന്റെ അർത്ഥം ആകുന്നു എന്ന് പറഞ്ഞു, ഈസ് വിത്ത് സിംഗുലർ ആണെന്ന് പറഞ്ഞു, ആർ വിത്ത് പ്ലൂറലാണെന്ന് പറഞ്ഞു. പിന്നെ ടാഗിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ തന്നു. പിന്നെ ഈ ഓരോന്നിനെ കൊണ്ടും 5 വാചകങ്ങൾ, വാക്യങ്ങൾ ഉണ്ടാക്കുന്ന ഫോർമേഷനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫോർമേഷനിലൂടെ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫോർമേഷന് 5 ഫോർമേഷൻ ഉണ്ടാക്കുക. 24 ഓപ്ഷനിലൂടെ 120 ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നോട്ട് സിംപ്ലി അത് 120 അല്ല, എത്രയാ എപ്പോഴെങ്കിലും ആണ്. അപ്പൊ ആ ഒരു ഈ ഓപ്ഷനുകൾ കഴിയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. യു വിൽ ഗെറ്റ് ദ കപ്പാസിറ്റി ടു ഓപ്പൺ ദ മൗത്ത് ആൻഡ് ഡു ടോക്ക് എ ലിറ്റിൽ ബിറ്റ്, നോ ഡൗട്ട്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് അപ്പോൾ പൂയും കമ്പിയും വലിയ സിമെന്റ് വല്ലതും ഇട്ടിട്ടാവും ഒറ്റ ദിവസം കൊണ്ട് അത് ബിൽഡിംഗ് ആവുക ഇല്ല. അപ്പോൾ ഗൈഡൻസ് ആൾ ആൻഡ് ആൾ ഇസ് റിക്വയർഡ് അല്ലേ, ഒരു ലിമിറ്റഡ് പീരിയഡ്. അതാകുമ്പോൾ അതേപോലെ നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ ബേസ് സൈഡെല്ലാം കെട്ടി ഇങ്ങനെ പോകുന്നത് കാണാം. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഓക്കെ. ഓക്കെ, അപ്പോൾ ടുഡേ very best wishes again, saying before you all very best wishes for you all. My dear learners, one more request on my part, to try to spare time, dedicate time, and try to build up the language in English. Okay, see you in the next class. Sir.